നമസ്തേ. സുഭാഷിതം. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരതസ്തത്ര ന മുഹ്യതി. ഇതിൻ്റെ അർത്ഥം പറയുന്നത്, നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചതിന് ശേഷം മരിക്കുന്നവരെയുള്ള അവസ്ഥാന്തരങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ അവസ്ഥകളൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ്. അതുപോലെയാണ് സ്വാഭാവികമായി ആ ആളിൻ്റെ ദേഹാന്തരപ്രാപ്തി, അതായത് മരണം വന്നു ചേരുന്നത്. എന്നാൽ ധീരന്മാർ ഈ ദേഹമാറ്റത്തിൽ ദുഃഖിക്കുന്നില്ല. ധീരന്മാർ ഈ ദേഹമാറ്റത്തിൽ ദുഃഖിക്കുന്നില്ല എന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത്. അതായത് ആത്മാവ് ഒരു ദേഹം വെടിഞ്ഞാൽ മുൻജന്മ കർമ്മ എന്താണ്, മുൻജന്മ കർമ്മങ്ങൾക്ക് അതിനനുസൃതമായി മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു എന്ന് ധീരന്മാർ വിശ്വസിക്കുന്നു. ഇവിടെ മരണത്തിന് അന്ത്യമില്ല, ആത്മാവിന് മരണമില്ല. ആത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹത്തേക്ക് പോകുന്നു എന്ന് ഇവിടെ പ്രതിപാദിക്കുകയാണ്. അല്ലെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ഒരു വാതിൽ നിന്ന് അടുത്ത വാതിലിലേക്ക് ഉള്ള യാത്ര, ഒരു ലോകത്തുനിന്ന് മറ്റൊരു ലോകത്തേക്ക് കടക്കുന്നു. ആ കടക്കുവാൻ സഹായിക്കുന്ന ഒരു മാർഗമെന്ന് മാത്രമേ മരണത്തെ വിശേഷിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ശ്രേയമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർ, ശ്രേയം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ആ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള ഒരു ആനന്ദ ലോകങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറയാം. എന്നാൽ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പ്രേയമാർഗം എന്ന് പറയും, അതൊക്കെ ചെയ്യുന്നവർക്ക് അവർ നരലോകത്തിൽ പ്രാപിക്കും, നരലോകത്തിൽ എത്തിച്ചേരും എന്നാണ് ഒരു വിശ്വാസം കൂടി ഉള്ളത്. ഇവിടെ ഒരു ദേഹം, അതിൽ നിന്ന് അടുത്ത ദേഹത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് മരണമെന്ന് ഇവിടെ ഈ സുഭാഷിതത്തിലൂടെ നമ്മളെ വ്യക്തമാക്കുന്നു.